about applications of rate of change in economics. അപ്പോൾ നമ്മൾ എക്കണോമിക്സിലും നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ചിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലിൽ യൂസ് ചെയ്യുന്ന ടേമുകൾ എക്കണോമിക്സിൽ വേറെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റേറ്റ് ഓഫ് ചേഞ്ച് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് കാര്യം പഠിക്കാനുള്ളത് മാർജിനൽസ് എന്താണ്. അപ്പോൾ എക്കണോമിക്സ് have a specialized vocabulary for rate of change and derivatives. They call them marginals. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ചിനെയും അതുപോലെ ഡെറിവേറ്റീവ്സിനെയും എക്കണോമിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് മാർജിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സും റേറ്റ് ഓഫ് ചേഞ്ചും പറയുമ്പോൾ അവർ മാർജിനൽസ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ എക്കണോമിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെറിവേറ്റീവിനും റേറ്റ് ഓഫ് ചേഞ്ചിനൊക്കെ പകരം എന്താണ് യൂസ് ചെയ്യുക? മാർജിനൽസ് ആണ്. മാർജിനൽസ് എന്നാണ് അവർ പറയുക അതിനെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. അപ്പോൾ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ ലേബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന വർക്കിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് അറിയാം, അതിൻ്റെ എന്താ വെച്ചാൽ. അപ്പോൾ നമുക്ക് അത് നോക്കാം എന്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ജസ്റ്റ് വേർഡ്സുകൾ അതിൻ്റെ വൊക്കാബുലറി ജസ്റ്റ് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇമാജിൻ എ ഫാക്ടറി ഇൻ വിച്ച് എക്സ് വർക്കർ hours of labor can produce y equal to f of x rupees worth of output. അപ്പോൾ ഒരു ഫാക്ടറിയിൽ എക്സ് വർക്കർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ ഒരു ആളുടെ വർക്ക് ചെയ്ത അവർ. അപ്പോൾ എക്സ് വർക്കർ അവർ ഓഫ് ലേബർ ക്യാൻ പ്രൊഡ്യൂസ്. അപ്പോൾ ഒരു എക്സ് വർക്കർ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് y equal to f of x റുപ്പീസ് ആണ്. ഔട്ട്പുട്ടായിട്ട് y equal to f of x റുപ്പീസ് ആണ് എക്സ് വർക്കർ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സപ്പോസ് ദാറ്റ് y ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ്. അപ്പോൾ നമ്മൾ വർക്കർ അവർ കൂടുന്തോറും y കൂടുന്നു. പ്രൊപ്പോർഷണലി ആണ് രണ്ടും ചേഞ്ച് ചെയ്യുന്നത്. എക്സും വൈയും പ്രൊപ്പോർഷണലി ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താ? വൈയിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? എമൗണ്ട് ഓഫ് എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ റുപ്പീസാണ്. എത്ര എക്സ്ട്രാ റുപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണെന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇഫ് ഡെൽറ്റ എക്സ് എക്സ്ട്രാ വർക്കർ അവർ ഓഫ് ലേബർ ആർ എംപ്ലോയിഡ് എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് എക്സ്ട്രാ വർക്കർ അവർ ലേബർ എംപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് ഡെൽറ്റ വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഡെൽറ്റ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ വൈ ചേഞ്ച് ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റേറ്റ് ഓഫ് ചേഞ്ചിനെ പറയുന്നതാണ്. അപ്പോൾ ദസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് ദ ഔട്ട്പുട്ട് പെർ വർക്കർ അവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് ഔട്ട്പുട്ട് പെർ വർക്കർ അവർ. ഇത് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അല്ലേ. അപ്പോൾ ഈ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയാം. അപ്പോൾ ഒന്നും വേണ്ട, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന റുപ്പീസിനെയും എക്സ് എന്ന് പറയുന്നത് വർക്കർ അവറിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് നെസസറിലി ലീനിയർ. എഫ് ഓഫ് എക്സ് ലീനിയർലി ആവണമെന്ന് നിർബന്ധമില്ല ഈ കേസിൽ. ദെൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് ദ എക്സ്ട്രാ ഔട്ട്പുട്ട് പെർ എക്സ്ട്രാ വർക്കർ അവർ ഓഫ് എക്സ്ട്രാ ലേബർ വെൻ ഡെൽറ്റ എക്സ് എക്സ്ട്രാ വർക്കർ അവർ ഓഫ് ലേബേഴ്സ് ആർ എംപ്ലോയിഡ്. അപ്പോൾ ഡെൽറ്റ എക്സ് എക്സ്ട്രാ വർക്കർ അവർ
ലേബർ എംപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താ, എക്സ്ട്രാ ഔട്ട്പുട്ട് പെർ എക്സ്ട്രാ വർക്കർ അവർ ആണ് അല്ലേ. അപ്പോൾ ദി ലിമിറ്റിംഗ് വാല്യൂ ആസ് ഡെൽറ്റ എക്സ് ബിക്കംസ് വെരി സ്മോൾ ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടാണ് എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ടാണ്. അപ്പോൾ ഡെൽറ്റ എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് തന്നെ പറയാം. ഡെൽറ്റ എക്സ് വെരി സ്മോൾ ആകുമ്പോഴുള്ള ലിമിറ്റിംഗ് വാല്യൂ ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ അതിനെയാണ്, അത് നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അല്ലേ. ദിസ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് കോൾഡ് ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. അപ്പോൾ ഇതിനെയാണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടിനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എ ബാഗ് ഫാക്ടറി പ്രൊഡ്യൂസസ് 30x minus 2x square minus 2 rupees worth bags for each x worker hour of labor. Find the marginal productivity when 5 workers are employed. അപ്പോൾ എക്സ് വർക്കർ അവറിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 30x മൈനസ് 2x സ്ക്വയർ മൈനസ് 2 റുപ്പീസാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കണം. 5 വർക്കേഴ്സാണ് എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ദ ഔട്ട്പുട്ട് ഫോർ ഈച്ച് എക്സ് വർക്കർ അവർ ഓഫ് ലേബർ ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഞാനിപ്പോൾ പറഞ്ഞത് നോട്ട് ചെയ്തിട്ട് വേണം ഇത് എഴുതാൻ കേട്ടോ, 30x മൈനസ് 2x സ്ക്വയർ മൈനസ് 2. ഇനി മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നേ കണ്ടായിരുന്നു, ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 30 മൈനസ് 4x. അപ്പോൾ 5 വർക്കേഴ്സാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ 5 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അപ്പോൾ 5 വർക്കേഴ്സാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഹെൻസ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ വെൻ 5 വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ഈസ് എഫ് ഡാഷ് ഓഫ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 30 മൈനസ് 4 ഇൻറ്റു 5, 30 മൈനസ് 20 വിച്ച് ഈസ് ഈക്വൽ ടു 10 റുപ്പീസാണ് അല്ലെ, റുപ്പീസ് പെർ വർക്കർ അവർ. വർക്കർ അവർ എന്ന് പറയുന്ന ആ ലേബറിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ 10 റുപ്പീസ് പെർ വർക്കർ അവർ ആണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ വെൻ 5 വർക്കേഴ്സ് അല്ലെങ്കിൽ 5 വർക്കേഴ്സ് ആർ എംപ്ലോയിഡ്, 5 വർക്കേഴ്സാണ് എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ ഉള്ള മാർജിനൽ പ്രൊഡക്ടിവിറ്റിയാണ് 10 റുപ്പീസ് പെർ വർക്കർ അവർ. ഇനി നമുക്ക് എക്കണോമിക്സിൽ 2-3 കാര്യങ്ങളോട് പഠിക്കാനുണ്ട്. കോസ്റ്റ്, റവന്യൂ, അതൊക്കെ നോക്കാനുണ്ട്, പ്രോഫിറ്റ്. അപ്പോൾ അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തത് കോസ്റ്റ് ആൻഡ് റവന്യൂ ഇൻ എക്കണോമിക്സ്. Let R of x equal to the revenue from selling x items, C of x equal to the cost of producing x items, P of x equal to R of x minus C of x which is equal to the profit from selling x items. അപ്പോൾ അതിൽ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് റവന്യൂ ആണ്. റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ഐറ്റം സെല്ല് ചെയ്യുമ്പോൾ, എക്സ് ഐറ്റം വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരവ്, നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട്, അതിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയാം. സി ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എക്സ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ എക്സ് ഐറ്റംസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന കോസ്റ്റ്. ഇനി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭം അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റവന്യൂ മൈനസ് കോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് എന്തായാലും കിട്ടും. അപ്പോൾ ഇനി ഇതിൽ മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ്, അതുപോലെ മാർജിനൽ പ്രോഫിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ then the marginal revenue, marginal cost and marginal profit at the production level are
പ്രൊഡക്ഷൻ ലെവൽ എന്ന് പറയുന്നത് എക്സ് ഐറ്റംസ്, ബ്രാക്കറ്റിൽ എക്സ് ഐറ്റം ആർ. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്താ? മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആർ ഡാഷ് ഓഫ് എക്സ് ചെയ്താൽ മതി. അതുപോലെ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സി ഡാഷ് ഓഫ് എക്സ് ചെയ്താൽ മതി. അതുപോലെ തന്നെ മാർജിനൽ പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? പി ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ് ആയതുകൊണ്ട് ഇതെന്ത് വരും? ആർ ഡാഷ് ഓഫ് എക്സ് മൈനസ് സി ഡാഷ് ഓഫ് എക്സ് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ, അതുപോലെ മാർജിനൽ കോസ്റ്റ്, അതുപോലെ മാർജിനൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു റിമാർക്ക് ഉണ്ട്. നമുക്ക് ഇപ്പം മാർജിനൽ കോസ്റ്റിനെ നമുക്ക് വേറെ രീതിയിലും പറയാം. സംടൈംസ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് is loosely defined to be the extra cost of producing one unit. അപ്പോൾ മാർജിനൽ കോസ്റ്റിനെ നമ്മൾ ഇങ്ങനെയും പറയാം. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് എക്സ്ട്രാ കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും മാർജിനൽ കോസ്റ്റും സെയിം ആണെന്ന് പറയാം. അപ്പോൾ എക്സ്ട്രാ കോസ്റ്റിനെ നമുക്ക് ഇങ്ങനെ പറയാം ഡെൽറ്റ സി ബൈ ഡെൽറ്റ എക്സ്, which means c of x plus 1 minus c of x divided by 1, which is approximately the value of dc by dx at x. അപ്പോൾ ഇത് dc by dxനോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും, മാർജിനൽ കോസ്റ്റിനോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സ്ട്രാ കോസ്റ്റ് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ നമ്മൾ മാർജിനൽ റവന്യൂ സെയിം ഇതേ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ കോസ്റ്റിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞത്. ഇപ്പോൾ മാർജിനൽ റവന്യൂ ആണെങ്കിലും ഇവിടെ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ആർ ഓഫ് എക്സ് ബൈ 1 ആയിരിക്കും. അത് ഈക്വൽ ടു അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി ആർ ബൈ ഡി എക്സ് ആയിരിക്കും. റവന്യൂവിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ ചെയ്യാം. പക്ഷെ പ്രോഫിറ്റിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അതിൻ്റെ ഡിഫറൻസ് ആണ്, റവന്യൂവിൻ്റെയും കോസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റിൻ്റെ കേസിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ the marginal revenue function estimates the increase in revenue that will result from selling one additional unit. അപ്പോൾ നമ്മൾ റവന്യൂവിൻ്റെ കേസിലും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ദീസ് അപ്രോക്സിമേഷൻസ് വർക്ക് ബെസ്റ്റ് ഫോർ ലാർജ് വാല്യൂസ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ലാർജ് വാല്യൂസ് ആണെങ്കിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ, ഈ ഒരു കൺസെപ്റ്റ് വർക്ക് ചെയ്യുള്ളൂ. ചെറുതാണെങ്കിൽ ഒത്തിരി ഈക്വൽ ആവണം നിർബന്ധമില്ല. ചെറിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ ചെറിയ ഡിഫറൻസ് അല്ല, വലിയ ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ലാർജ് വാല്യൂസ് ആണെങ്കിൽ ആണ് ഡിഫറൻസ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. പ്രോബ്ലം ഇതാണ്. സപ്പോസ് ദ ഡോളർ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എക്സ് വാഷിംഗ് മെഷീൻ ഈസ് സി ഓഫ് എക്സ് ഈക്വൽ ടു 2000 പ്ലസ് 100 എക്സ് മൈനസ് 0.1 എക്സ് സ്ക്വയർ. First question, find the average cost per machine of producing the first 100 washing machines. Second one, find the marginal cost when 100 washing machines are produced. Third one, show that the marginal cost when 100 washing machines are produced is approximately the cost of producing one more washing machine after the first 100 have been made by calculating the latter cost directly. അപ്പോൾ നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ഡോളർ കോസ്റ്റ് ആണ്. എക്സ് വാഷിംഗ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡോളർ കോസ്റ്റ് സി ഓഫ് എക്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവറേജ് കോസ്റ്റ് പെർ മെഷീൻ ഓഫ് പ്രൊഡ്യൂസിങ് ദ ഫസ്റ്റ് 100 വാഷിംഗ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആവറേജ് കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആവറേജ് കോസ്റ്റ് നോക്കാം. ഓരോ പാർട്ടായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ എ പാർട്ട് ചെയ്യുക. അപ്പോൾ ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദ ഫസ്റ്റ് 100 വാഷിംഗ് മെഷീൻ ഈസ് C of 100 ആണ്, which is equal to 2000 plus 100 into ഇവിടെ എക്സ് എന്ന് പറയുന്നത് 100 തന്നെ. അപ്പോൾ 100 minus 0.1 into 100 square, which is equal to 2000 plus 10,000 minus 1000, which is equal to 11000. കോസ്റ്റ് എന്ന് പറയുന്നത് ഡോളറിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഡോളേഴ്സ്. അപ്പോൾ C of 100 എന്ന് പറയുന്നത് $11,000 ആണ്. അപ്പോൾ ഹെൻസ് ആവറേജ് കോസ്റ്റ് പെർ മെഷീൻ ഓഫ് പ്രൊഡ്യൂസിങ് ദ ഫസ്റ്റ് 100 വാഷിംഗ് മെഷീൻസ് ഈസ് C of 100 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് ഇക്വേഷൻ ഒന്നുമല്ല നമ്മളിവിടെ യൂസ് ചെയ്തിട്ട്. കാരണം എന്താ, ഇപ്പോൾ 100 വാഷിംഗ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര കോസ്റ്റ് ആവുമെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്ര വരും? C of 100 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പോൾ 11000 ഡിവൈഡഡ് ബൈ 100, വിച്ച് ഈസ് ഈക്വൽ ടു 110 ഡോളറാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ട്, ബി പാർട്ട് എന്തായിരുന്നു? ദ മാർജിനൽ കോസ്റ്റ് വെൻ എക്സ് വാഷിംഗ് മെഷീൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? C ഡാഷ് ഓഫ് എക്സ് ആണ് നമ്മൾ ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു d/dx ഓഫ് C ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 2000 പ്ലസ് 100x മൈനസ് 0.1x സ്ക്വയർ, which is equal to 100 minus 0.2x എന്ന് വരും. അപ്പോൾ മാർജിനൽ കോസ്റ്റ് വെൻ 100 വാഷിംഗ് മെഷീൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ എക്സിൻ്റെ അടുത്ത് നമ്മൾ 100 കൊടുക്കണം എന്ന് വെച്ചാൽ C ഡാഷ് ഓഫ് 100, വിച്ച് ഈസ് ഈക്വൽ ടു 100 മൈനസ് 0.2 ഇൻറ്റു 100, വിച്ച് ഈസ് ഈക്വൽ ടു 100 മൈനസ് 20. അപ്പോൾ $80 ആണ് നമ്മുടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ലാസ്റ്റ് C പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ ആ റിമാർക്കിൽ കണ്ട കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? റിമാർക്കിൽ കണ്ട പോലെ തന്നെ the cost of producing one more washing machines after the first 100 have been made. അപ്പം ഒരു എക്സ്ട്രാ ഒരു വാഷിംഗ് മെഷീനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ 100 വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയതിന് ശേഷം ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ടാക്കാനായിട്ട് ഉള്ള കോസ്റ്റ്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് വൺ മോർ വാഷിംഗ് മെഷീൻ ആഫ്റ്റർ ദ ഫസ്റ്റ് 100 ഹാവ് ബീൻ മെയ്ഡ് ഈസ് C ഓഫ് 101 മൈനസ് C ഓഫ് 100. അപ്പോൾ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ടാക്കാൻ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് C ഓഫ് 101 എന്താ? 2000 പ്ലസ് 100 ഇൻറ്റു 101 മൈനസ് 0.1 ഇൻറ്റു 101 സ്ക്വയർ മൈനസ് C ഓഫ് 100 നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. C ഓഫ് 100 എന്ന് പറഞ്ഞാൽ 11000. അപ്പോൾ ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നോക്കാം. വേണമെങ്കിൽ കോമൺ ആയിട്ടുള്ളതൊക്കെ വേണമെങ്കിൽ പുറത്തെടുത്ത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മൊത്തത്തിൽ എഴുതിയിട്ട് ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. 2000 പ്ലസ് 100 ഇൻറ്റു 100 മൈനസ് 0.1 ഇൻറ്റു 100 സ്ക്വയർ. അപ്പോൾ ഈ 2000 പോവും രണ്ടായിട്ട്. പിന്നെ കോമൺ ആയിട്ടുള്ളത് ഏതാ വരുന്നത്? ഇവിടെ 100 ഇൻറ്റു 101 മൈനസ് 100 ഇൻറ്റു 100 വരും.
അപ്പോൾ ഇതിൽ ഒരെണ്ണം ഒരു 100 ഇവിടെ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. പിന്നെ ഉള്ളത് ഇവിടെ ഇതാ 0.1 അല്ലേ, ഇതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് ആണ്. ഇവിടെ മൈനസ് വരുന്നുണ്ട്, ഇവിടെ മൈനസ് കൊടുത്തു. മൈനസ് 0.1 ഇൻറ്റു 101 സ്ക്വയർ മൈനസ് ഇവിടെ നമുക്ക് 0.1 ഉണ്ട്, അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് എടുത്ത പോലെയാക്കി 101 സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ മൈനസും ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ 100 സ്ക്വയർ 100 മൈനസ് 100 സ്ക്വയർ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും? തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 20.1 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 100 മൈനസ് 20.1 എന്ന് പറയുമ്പോൾ നമുക്ക് $79.9 കിട്ടും. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 മോർ 100ന് ശേഷം ഒരെണ്ണം കൂടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഹെൻസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 more washing machine after the first 100 have been made is approximately the marginal cost when 100 washing machines are produced. അപ്പോൾ മാർജിനൽ കോസ്റ്റ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചായിരുന്നു, എത്രയാ? 80 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്കെന്ത് പറയാം? അത് രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് പറയാം. ഹെൻസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 more washing machine after the first 100 have been made is approximately the marginal cost when 100 washing machines are produced. അപ്പോൾ അതെന്ന് പറയുന്നത് 80 ആണ്, ഇത് 79.9 ആണ്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ മോഡലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക.